പശ്ചിമേഷ്യൻ സംഘർഷം മലയാളികളുടെ ഭക്ഷണശീലത്തെയും മാറ്റിയിരിക്കുന്നു. തീൻമേശകളിൽ ആർഭാടം കുറച്ചും പാകം ചെയ്യാതെ കഴിക്കാൻ പറ്റുന്ന ഭക്ഷണത്തിലേക്ക് മാറിയും മലയാളികൾ പുതിയ മെനുവിലേക്ക് മാറിയിരിക്കുകയാണ്. കാണാം ബി അമൽ തയ്യാറാക്കിയ റിപ്പോർട്ട്, അതിജീവനത്തിന്റെ പുതിയ റെസിപ്പി. ആവി പറക്കുന്ന പുട്ടും കടലയും, ഇഡ്ഡലിയും ദോശയും സാമ്പാറും, ഇങ്ങനെ വിഭവ സമൃദ്ധമായിരുന്നു കുറച്ചുനാൾ മുൻപ് വരെ മലയാളികളുടെ പ്രാതൽ. എന്നാൽ ഇന്ന് കഥ മാറി. നമ്മുടെ ഭക്ഷണശീലങ്ങളെ ആകെ അങ്ങ് പേർഷ്യയിൽ നടക്കുന്ന ഒരു യുദ്ധം മാറ്റിമറിച്ചു. LPG പ്രതിസന്ധി രൂക്ഷമാകുന്നതിനൊപ്പം ഹോട്ടലുകൾക്കും താഴ്വീഴുകയാണ്. വീടുകളിലെ സിലിണ്ടറുകളാകട്ടെ വീട്ടമ്മമാർക്ക് സ്വർണം പോലൊരു കരുതൽ ശേഖരമാണ്. തീൻമേശയിലെ വിഭവങ്ങളിലും അത് പ്രതിഫലിച്ചു തുടങ്ങി. ബ്രെഡ്, ബട്ടർ, ജാം, പഴങ്ങൾ, ഡ്രൈ ഫ്രൂട്ട്സ്, പാകം ചെയ്യാതെ കഴിക്കാൻ പറ്റുന്ന ഭക്ഷണമാണ് മിക്ക മലയാളി വീടുകളിലും ഇപ്പോഴത്തെ ബ്രേക്ക്ഫാസ്റ്റും ഡിന്നറുമെല്ലാം. ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് ഇങ്ങനെയാണ് ഇപ്പോൾ നമ്മളെ ഭക്ഷണ രീതി. അതായത് ഇപ്പോൾ നമ്മൾ വീട്ടിലിപ്പോൾ രാവിലെ ചപ്പാത്തി, കടല ഇതെല്ലാം ഉണ്ടാക്കുകയാണെങ്കിൽ ഗ്യാസ് ഒരുപാട് വേണം. ഇതാകുമ്പം ഇൻഡക്ഷൻ കുക്കറിലാവുന്നത് മാത്രമേ ഉള്ളൂ. ഇതിലിപ്പോൾ ഉള്ളത് മധുരക്കിഴങ്ങുണ്ട്, കോഴിമുട്ടയുണ്ട്, പഴമുണ്ട്. ഇതാകുമ്പം പഴവും മധുരക്കിഴങ്ങും ഒരുമിച്ച് ഇതാക്കിയാൽ നമുക്ക് സമയത്തിനുള്ളിൽ പെട്ടെന്നായി കിട്ടും രണ്ടും കൂടെ. മറ്റേതാകുമ്പോൾ ഒരുപാട് സമയം എടുക്കും. അതുകൊണ്ടുള്ള ഗ്യാസ് ഇപ്പോൾ നമ്മൾ സേഫായി വെച്ചിരിക്കുകയാണ്. ബ്രെഡും ജാമും ബട്ടറും ഒക്കെ വാങ്ങാനെത്തുന്നവരുടെ എണ്ണം കൂടിയെന്ന് വ്യാപാരികൾ. അവർക്ക് ഗ്യാസ് ഇല്ല, ആകെ ബുദ്ധിമുട്ട്. അവർ ഫുഡ് കഴിക്കാനൊക്കെ ഭയങ്കര പ്രശ്നത്തിലാണ്. ഇപ്പോൾ അവരെല്ലാവരും ബിസ്ക്കറ്റും ബ്രെഡും സാധനങ്ങളും ജാമും സാധനങ്ങളൊക്കെയാണ് കൊണ്ടുപോകുന്നത്. വഴിയോരങ്ങളിൽ കട്ട് ഫ്രൂട്ട്സും സർബത്തും ഒക്കെ വിൽക്കുന്നതിന്റെ പുതിയ സാധ്യത തിരിച്ചറിഞ്ഞ് മറ്റു ചിലർ. ഇപ്പോൾ ഈ ഹോട്ടലുകളിലൊക്കെ ഇപ്പോൾ ഗ്യാസിൻ്റെ പ്രതിസന്ധി കാരണം കുറേ ഹോട്ടലുകൾ പൂട്ടിയിരിക്കുന്നത്. ഉള്ള ഹോട്ടലിലൊക്കെ ഇപ്പോൾ റേറ്റും കുറച്ച് കൂട്ടിയിരിക്കുന്നത്. അപ്പോൾ ഞങ്ങളിപ്പോൾ ഒരു ചെറിയ 30 റുപ്യൊക്കെ ഷേക്കൊക്കെ കുടിച്ചിട്ട് ഉച്ചക്കത്തെ കാര്യം കൊണ്ട് അഡ്ജസ്റ്റ് ചെയ്യുക. യുദ്ധം മിഡിൽ ഈസ്റ്റിലാണെങ്കിലും അത് നമ്മുടെ അടുക്കള വരെ അത് ബാധിച്ച് തുടങ്ങിയിട്ടുണ്ട്. കാരണം ഇപ്പോൾ ഇവിടെ തന്നെയാണെങ്കിലും എറണാകുളത്ത് തന്നെയാണെങ്കിലും പല ഹോട്ടലുകൾ അടച്ചു. അപ്പോൾ നമ്മളിപ്പോഴത്തെ ഫുഡൊക്കെ ഈവനിങ്ങിലൊക്കെ നമ്മൾ ചോറ് മാറ്റി ഫ്രൂട്ട്സിലേക്ക് മാക്സിമം മാറിക്കൊണ്ടിരിക്കുകയാണ്. നമുക്കിപ്പോൾ ഒരു നോർമലി 2 മാസം കിട്ടുന്ന ഗ്യാസ് ഇപ്പോൾ ഒരു 4 മാസമെങ്കിലും കിട്ടിയാലാണ് ഇപ്പം ഇതിലേക്ക് നിങ്ങൾക്ക് നടക്കുകയുള്ളൂ. അങ്ങകലെ ആ ഹോർമുസ് കടലെടുക്കും അവിടെ ഇറാൻ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്ന മൈനുകളുമാണ് ഇന്ന് മലയാളിയുടെ തീൻമേശയെ നിയന്ത്രിക്കുന്നതെന്ന് ഓർക്കുമ്പോൾ നമുക്ക് ചിലപ്പോൾ അമ്പരപ്പുണ്ടായേക്കാം. പക്ഷേ യാഥാർത്ഥ്യം അതാണ്. ആഫ്രിക്കയിൽ കല്ലുമഴ പെയ്താൽ അട്ടപ്പാടിയിൽ കുടപിടിക്കുന്നത് എന്തിന് എന്ന് ചോദിക്കുന്നവരോടാണ്. ശ്രീനിവാസൻ സന്ദേശം സിനിമയിൽ പറയുന്നത് പോലെ ലോകത്തെല്ലായിടത്തും മനുഷ്യൻ്റെ കഥ ഒന്നു തന്നെയാണ്. ഇതിനി എത്ര നാൾ തുടരുമെന്നതിൽ മാത്രമാണ് ആശങ്ക. ബി അമൽ, 24, കൊച്ചി. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.